ഗുഡ് ഈവനിങ്. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് 8 തിങ്സ് യു ഡു നോട്ട് ഷെയർ വിത്ത് എനിബഡി. നിങ്ങൾ പേഴ്സണലായിട്ട് അത് കീപ്പപ്പ് ചെയ്യണം. അത് നിങ്ങൾ ആരുമായും ഷെയർ ചെയ്യാൻ പാടില്ല. അതിൽ ഒന്നാമത്തത് നിങ്ങളുടെ യുവർ ഫിനാൻഷ്യൽ ഡീറ്റെയിൽസ്, സാമ്പത്തികത്തെക്കുറിച്ചുള്ള ഒരു വിവരങ്ങളും നിങ്ങൾ വെളിയിൽ പറയുക. അതായത് നിങ്ങളുടെ ബാങ്ക് ബാലൻസ്, നിങ്ങളുടെ ജോബ്, നിങ്ങളുടെ ശമ്പളം, ഇതൊന്നും ആരുമായിട്ടും ഷെയർ ചെയ്യരുത്. അത് നിങ്ങളുടെ പേഴ്സണൽ ഇതിൽ തന്നെ നിങ്ങൾ കീപ്പപ്പ് ചെയ്യണം. ഇത് ഷെയർ ചെയ്താൽ പല ദോഷങ്ങളുമുണ്ട്. ഒന്നാമത്തേന്ന് പറഞ്ഞാൽ ആളുകൾക്ക് അക്കോർഡിംഗ് ടു നിങ്ങളുടെ ആ ഇൻകത്തിൻ്റെ ബേസിലായിരിക്കും പിന്നെ നിങ്ങൾ ആളുകൾ അപ്രോച്ച് ചെയ്യുന്നത്. ഇപ്പം നിങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് ആളുകളൊക്കെ തോന്നിയാൽ നിങ്ങളോടുള്ള സമീപനം വ്യത്യസ്തമായിരിക്കും. പിന്നെ ആളുകൾ ജലസായിരിക്കും, മാനിപ്പുലേറ്റ് ചെയ്യും നിങ്ങൾ. അപ്പോൾ ഒന്നാമത്തെ നമ്പർ 1 തിങ്സ് നിങ്ങളുടെ ഫിനാൻഷ്യൽ, സാമ്പത്തികം എന്തുണ്ട് എന്നുള്ള കാര്യം നിങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കണം. ഡോണ്ട് ഷെയർ വിത്ത് എനിബഡി. ദാറ്റ്സ് ദ നമ്പർ 1. നിങ്ങളെല്ലാവരും ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാന കാര്യമാണ്. സെക്കൻഡ് 1 എന്ന് പറഞ്ഞാൽ യുവർ റിലേഷൻഷിപ്സ് പ്രോബ്ലം. ഫാമിലി ആകുമ്പം ഹസ്ബൻഡ് വൈഫ് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും, ചിലപ്പോൾ എന്തെങ്കിലും വഴക്കുകളുണ്ടാകും. അത് തേർഡ് പാർട്ടിയുടെ അടുത്ത് ചെന്ന് പറഞ്ഞ് പ്രശ്നങ്ങൾ വർഷാക്കരുത്. യു ഹാവ് ടു സോർട്ട് ഇറ്റ് ഔട്ട്. ആരെങ്കിലും അതിൽ ഇടപെടുകയാണെങ്കിൽ പ്രശ്നം സങ്കീർണതകളിലേക്ക് പോവുകയും പിന്നെ രമ്യതയിൽ എത്താത്ത നിലയിലേക്ക് ആ സംഭവങ്ങൾ പോവുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങളുടെ ഫാമിലി പ്രോബ്ലംസ്, don't share the family problems with others. It will damage more. അത് നിങ്ങളുടെ പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാക്കത്തേ ഉള്ളൂ. ഫാമിലി മാറ്റേഴ്സ് don't discuss with anybody. If you have any problem, you have to sort it out. Don't just share with any people. അല്ലെങ്കിൽ എൻ്റെ വൈഫ് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെയാണ്. ദ എൻഡ് ഓഫ് ദ ഡേ ആരൊക്കെ തങ്ങളിലാണ് ജീവിക്കേണ്ടത്? ജസ്റ്റ് കോമൺ സെൻസ്. തേർഡ് 1, യുവർ പാസ്റ്റ് മിസ്റ്റേക്സ്. നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ ഡോണ്ട് ഷെയർ വിത്ത് എനിബഡി. അതിൻ്റെ ബേസിലായിരിക്കും പിന്നെ ആളുകൾ നിങ്ങളെ വിലയിരുത്തുന്നത്. മിസ്റ്റേക്കുകൾ പറ്റാത്തവരാരുമില്ല. ഓക്കെ, ഡോണ്ട് ഷെയർ യുവർ പാസ്റ്റ് മിസ്റ്റേക്സ് എനിബഡി, ഈവൻ ഇഫ് യു ഗ്രോ ത്രൂ പാസ്റ്റ് മിസ്റ്റേക്കുകൾ വന്ന് അതിൽ നിന്ന് കഴിഞ്ഞിട്ട് ഇയാൾ ജീവിതത്തിൽ ഒരു നല്ല നിലയിലെത്തി. എന്നിട്ട് ഇയാൾ പിന്നെ പറഞ്ഞിട്ട് കിടക്കണം, ഞാൻ ഇങ്ങനെയൊക്കെ മിസ്റ്റേക്കുകൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വരുമ്പം എന്ത് ചെയ്യുമെന്ന് പറയാം, എന്തെങ്കിലുമൊക്കെ പ്രശ്നം, നീ പണ്ട് ഇങ്ങനെ നടന്നാനല്ലടാ, അങ്ങനെ നടന്നല്ല, അങ്ങനെ പറയാം. ആളുകൾക്ക് തന്നെ വിവരമില്ലാത്ത പാർട്ടികളാണ്. പിന്നെ ഈ പാസ്റ്റ് മിസ്റ്റേക്കുകൾ നമുക്ക് ഉപയോഗപ്പെടുത്താം. എങ്ങനെയാണ്? ഇപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ആ സെയിം മിസ്റ്റേക്ക് ആവർത്തിക്കാതിരിക്കാൻ എന്തെങ്കിലും ആളുകളെ നമുക്കത് ആ ഒരു മെൻറ്റർ ചെയ്യാൻ പറ്റും. അത് ഓക്കെയാണ്. അല്ലാതെ നമ്മൾ ആരടുത്തും പണ്ട് എനിക്ക് ഇന്ന അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ ആരടുത്തും ഷെയർ ചെയ്യരുത്. ഫസ്റ്റ് മിസ്റ്റേക്ക്. യുവർ ഗുഡ് ഡീഡ്സ്. നമ്മൾ മനുഷ്യർ സതുദ്ദേശത്തോടുകൂടി പല കാര്യങ്ങളും ചെയ്യും. അത് നിങ്ങൾ മാത്രമേ അറിയാവൂ. ചിലർ ചാരിറ്റി പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആളുകളൊക്കെ അകമഴിഞ്ഞ് സഹായിക്കും. അത് നമ്മളെല്ലാം മലയാളത്തിൽ പറയില്ല, ഒരു കൈ കൊടുക്കുന്നത് കൈ അറിയരുതെന്ന്. നമ്മളിപ്പോൾ ആളുകളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഉള്ള പബ്ലിസിറ്റിക്ക് വേണ്ടി ഒന്നും ചെയ്യരുത്. സൽപ്രവർത്തനങ്ങൾ ചെയ്യുന്നെങ്കിൽ അത്
ഡോണ്ട് ഷെയർ വിത്ത് എനിബഡി. അത് നിങ്ങൾക്ക് നല്ല, അത് നിങ്ങൾക്ക് ഗുണത്തെക്കാളേറെ ദോഷമായിട്ട്, അല്ലെങ്കിൽ അവ അതിൽ നിന്ന് അടിച്ചു മാറ്റുന്നതിന് വേണ്ടി ചാരിറ്റി ചെയ്യുന്നത് അവൻ്റെ ഉദ്ദേശം വേറെ ആയിരിക്കും, അവൻ എൻ്റെ മറവിൽ മറ്റുള്ള. അതുകൊണ്ട് ഡോണ്ട് ഷെയർ വിത്ത് എനിബഡി. ദെൻ സെവൻത് വൺ, ഡീപ്പസ്റ്റ് ഫിയേഴ്സ് ആൻഡ് ഇൻസെക്യൂരിറ്റി. ചിലരൊക്കെ ചില വീക്ക്നെസ് കാണും. വീക്ക്നെസ് കാണുന്നത് ചിലരൊക്കെ എന്താണ്, അപ്പോൾ അത് നമ്മൾ പറഞ്ഞുകൊണ്ട് നടക്കരുത്. ചിലർക്ക് ആരെങ്കിലും എന്തെങ്കിലും സംസാരിക്കുന്നോ എന്ന് പറയുന്നതാണ്. അപ്പോൾ അത് ചിലരെ അഡ്വാൻറ്റേജ് ചെയ്ത് കളയും. വീക്കായിട്ടുള്ളവരായിരിക്കും ബാക്കിയുള്ളവർക്ക് ഈസി ആയിട്ട് അത് ഇത് ചെയ്യാം. ഇപ്പം ഒരു ഇഞ്ചുവേർഡ് ആയിട്ടുള്ള ഒരു ഡിയർ, ലയണിന് ഈസി ആയിട്ട് ഹണ്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അവൻ വീക്കാണെന്ന് മറ്റുള്ളവർ അറിയരുത്. വീക്ക്നെസ് നമ്മളെ വീക്ക്നെസ് നമ്മൾ മാത്രമേ അറിയാവൂ. ഡോണ്ട് ടെൽ ടു എനിബഡി. അറ്റ്ലീസ്റ്റ് അല്ലെങ്കിൽ നമുക്ക് ട്രസ്റ്റി ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഷെയർ ചെയ്യാം. ഇഫ് യു ഹാവ് എനി വിത്ത് ട്രസ്റ്റഡ് പാർട്ട്ണർ എന്ന് പറഞ്ഞിട്ടുണ്ട്, ട്രസ്റ്റഡ് തെറാപ്പിസ്റ്റ് ഓർ ക്ലോസ് ഫ്രണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളവരടുത്തൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇത് ഷെയർ ചെയ്യാം. അത്രത്തോളം ട്രസ്റ്റ് ആയിരിക്കണം. അല്ലെങ്കിൽ അവൻ്റെ വീക്ക്നെസ് ഇന്ന വീക്ക് ഉള്ള പാർട്ടിയാണെന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാവരുടെ അടുത്തും പറഞ്ഞിട്ട് നടക്കും. ബി കെയർഫുൾ. നമ്മളാ വീക്ക്നെസ് ഡോണ്ട് ഷെയർ വിത്ത് എനി വൺ. ദെൻ ദ 8th വൺ ഈസ് ഹെൽത്ത് ഇഷ്യൂസ്. നമുക്കൊക്കെ പലർക്കും ഒരു അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ ഡോണ്ട് ഷെയർ വിത്ത്. ഇത് ഇൻറ്റൻഷനലി ആയിരിക്കില്ല. ചിലർ വന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇതിൻ്റെ അസുഖം അങ്ങനെ ഉണ്ട്, കുറവില്ല. എപ്പോഴും ആളുകൾക്ക് വന്ന് അവരുടെ ഇങ്ങനെ ചോദിക്കുന്നത് ആർക്കും ഇഷ്ടമല്ല. നിങ്ങൾ തന്നെ അല്ലെങ്കിൽ ഇപ്പം കൊളസ്ട്രോൾ, ഡയബറ്റിക്, ദെൻ ഹാർട്ട് പ്രോബ്ലംസ്, ഇങ്ങനെയൊക്കെ അസുഖങ്ങൾ പലർക്കും കാണും. അപ്പോൾ അത് വന്ന് നിന്ന് എപ്പോഴും എവിടെയെങ്കിലും ഇതിൻ്റെ ഡയബറ്റീസ് എങ്ങനെയുണ്ട്, നിൻ്റെ മറ്റേ കൊളസ്ട്രോൾ ലെവൽ എങ്ങനെയുണ്ട്, ആളുകളൊക്കെ നിൽക്കും. ചിലന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ബോധമില്ലാതെ സംസാരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള നമ്മുടെ പേഴ്സണൽ ആരെങ്കിലും ചോദിക്കുക, മോളായിട്ട് ഒരു കാര്യങ്ങളും നമ്മളെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒന്നും ആരെടുത്തും. ഹെൽത്തൊക്കെ എങ്ങനെയുണ്ട്, എല്ലാം നല്ലതുപോലെ പോകണം, ഒരു കുഴപ്പമില്ല. അപ്പോൾ അവർ വലിയ പ്രയാസമായിരിക്കും ഇത് കേൾക്കുമ്പോഴത്തേക്കും. പിന്നെ മോശമെന്ന് പറഞ്ഞാൽ അയ്യോ മോശം, നിനക്ക് വയ്യേ, പിന്നെ അവൻ്റെ ഉപദേശങ്ങൾ തുടങ്ങും. അതുകൊണ്ട് ഡോണ്ട് ഷെയർ വിത്ത് health issues with anybody. Okay. Hope ഈ ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന്. കാരണം എന്ന് പറഞ്ഞാൽ ഈ പ്രായോഗിക ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തേ ഉള്ളൂ. അത് നിങ്ങളുടെ ജീവിതത്തിലും അത് പാലിച്ചാൽ അത് നിങ്ങൾക്ക് നന്നായിരിക്കും. ഓക്കെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോസ് നിങ്ങൾക്ക് നല്ലതാണ് തോന്നുന്നെങ്കിൽ ഷെയർ ചെയ്യുക. ഓക്കെ. അടുത്ത ഒരു നല്ല വീഡിയോയുമായിട്ട് നെക്സ്റ്റ് ഡേയിൽ വരുന്നതായിരിക്കും. അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓക്കെ, ബൈ.